നമസ്കാരം. ബി ജെ പിയിൽ സംഘടനാ അഴിച്ചുപണി ഉടനെ ഉണ്ടാകുമെന്നുള്ള സൂചനയുണ്ടായിരുന്നു. പാർട്ടി അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതല ഏറ്റെടുത്തതോടെ ഈ കാര്യം ഉറപ്പാവുകയും ചെയ്തിരുന്നു. പക്ഷേ പുനഃസംഘടനയിൽ പാർട്ടി ഉപാധ്യക്ഷനായ പി അബ്ദുള്ളക്കുട്ടി തെറിക്കുമെന്ന ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. എന്നാൽ അബ്ദുള്ളക്കുട്ടി തെറിക്കുക തന്നെ ചെയ്തു. ബി ജെ പി ദേശീയ സെക്രട്ടറിയായി അനിൽ ആന്റണി പദവി നിലനിർത്തുകയും മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറി ആവുകയും ചെയ്ത അവസരത്തിൽ തന്നെയാണ് അബ്ദുള്ളക്കുട്ടിയുടെ സ്ഥാനചലനം എന്നതും ശ്രദ്ധേയമാണ്. മുസ്ലിം സമുദായവുമായി ബന്ധം ശക്തമാക്കാൻ വേണ്ടിയാണ് അബ്ദുള്ളക്കുട്ടിയെ ആദ്യം സംസ്ഥാന ഉപാധ്യക്ഷനും പിന്നീട് ദേശീയ ഉപാധ്യക്ഷനുമാക്കി മാറ്റിയത്. ഇതോടെ ബി ജെ പിയുടെ രാജ്യത്തെ മുൻനിര നേതാക്കളിൽ ഒരാളായി അബ്ദുള്ളക്കുട്ടി മാറി. സി പി എമ്മിന്റെ എം പിയും കോൺഗ്രസ് എം എൽ എയുമായിരുന്ന അബ്ദുള്ളക്കുട്ടി ബി ജെ പിയുടെ മുസ്ലിം മുഖമായി മാറി. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ പദവി വരെ അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തു. എന്നാൽ ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്ന ദൗത്യം ഫലപ്രദമായി നടത്താൻ അബ്ദുള്ളക്കുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ബി ജെ പി വിലയിരുത്തൽ. കേരളത്തിലെ മുസ്ലിം സമൂഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നടങ്കം ബി ജെ പിയെ കൈയൊഴിഞ്ഞിരുന്നു. ദേശീയ തലത്തിൽ തന്നെ മുസ്ലിം നേതാക്കൾ അങ്ങനെ ബി ജെ പിയിലേക്ക് കടന്നു വരികയും ചെയ്തിരുന്നില്ല. ഇതെല്ലാം വിലയിരുത്തപ്പെട്ടതോടെയാണ് അബ്ദുള്ളക്കുട്ടി തെറിച്ചതെന്നാണ് സൂചന. സി പി എമ്മിലൂടെയാണ് അബ്ദുള്ളക്കുട്ടി രാഷ്ട്രീയത്തിലെത്തിയത്. സി പി എം എം പിയുമായി സി പി എമ്മിലായിരിക്കുമ്പോൾ 1999-ലും 2004-ലും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. 2009-ൽ നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് വികസന മാതൃകയെ പ്രശംസിച്ചതിനാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സി പി എം വിട്ട് 2009 മുതൽ കോൺഗ്രസിലെത്തി. 2019-ൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു. അബ്ദുള്ളക്കുട്ടി അതോടെ അത്ഭുതക്കുട്ടിയായി മാറി. ബി ജെ പിയുടെ ദേശീയ മുഖവുമായി. ഇനി എന്താണ് അബ്ദുള്ളക്കുട്ടിക്ക് നൽകുന്ന പദവി എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹം ഗവർണർ ആകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനായതിനാൽ മികച്ച പദവിയിലേക്ക് തന്നെ ബി ജെ പി അദ്ദേഹത്തെ പരിഗണിക്കാനാണ് സാധ്യത.